ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും ഉപയോഗിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാക്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അമ്മ എനിക്കൊരു ഡ്രസ്സ് വാങ്ങിത്തന്നു. മൈ മദർ ബോട്ട് എ ഡ്രസ് ഫോർ മീ. അമ്മ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മദർ. ഉടുപ്പ് അല്ലെങ്കിൽ തുണി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡ്രസ്. വാങ്ങുക ബൈ, വാങ്ങി ബോട്ട്. മൈ മദർ ബോട്ട് എ ഡ്രസ് ഫോർ മീ. അമ്മ എനിക്കൊരു ഡ്രസ്സ് വാങ്ങിത്തന്നു. അവൾ ഒരു പുസ്തകം മേശപ്പുറത്ത് വെച്ചു. ഷീ പ്ലേസ്ഡ് എ ബുക്ക് ഓൺ ദ ടേബിൾ. പുസ്തകം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബുക്ക്. മേശ ടേബിൾ. വെക്കുക പ്ലേസ്, വെച്ചു പ്ലേസ്ഡ്. ഷീ പ്ലേസ്ഡ് എ ബുക്ക് ഓൺ ദ ടേബിൾ. അവൾ ഒരു പുസ്തകം മേശപ്പുറത്ത് വെച്ചു. 1 മണിക്കൂർ മുമ്പ് മഴ നിന്നു. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻ അവർ അഗോ. 1 മണിക്കൂർ മുമ്പ്, ആൻ അവർ അഗോ. മുൻപ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എഗോ. മഴ റെയിൻ. നിൽക്കുക സ്റ്റോപ്പ്, നിന്നു സ്റ്റോപ്ഡ്. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻ അവർ അഗോ. 1 മണിക്കൂർ മുമ്പ് മഴ നിന്നു. അവരുടെ സുഹൃത്തുക്കളെ സന്ദർശിക്കുന്നത് അവർ എപ്പോഴും ആസ്വദിച്ചു. ദേ ഓൾവേസ് എൻജോയ്ഡ് വിസിറ്റിംഗ് ദെയർ ഫ്രണ്ട്സ്. സുഹൃത്തുക്കൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫ്രണ്ട്സ്. സന്ദർശിക്കുക വിസിറ്റ്. അവർ ദേ എപ്പോഴും ഓൾവേസ്. ആസ്വദിക്കുക എൻജോയ്, ആസ്വദിച്ചു എൻജോയ്ഡ്. ദേ ഓൾവേസ് എൻജോയ്ഡ് വിസിറ്റിംഗ് ദെയർ ഫ്രണ്ട്സ്. അവരുടെ സുഹൃത്തുക്കളെ സന്ദർശിക്കുന്നത് അവർ എപ്പോഴും ആസ്വദിച്ചു. ഉറക്കത്തിന് ശേഷം അവൾക്ക് ഉന്മേഷം തോന്നി. ഷീ ഫെൽറ്റ് റിഫ്രഷ്ഡ് ആഫ്റ്റർ ഹെർ സ്ലീപ്പ്. ഉറക്കം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്ലീപ്പ്. ശേഷം ആഫ്റ്റർ. ക്ഷീണം തീർക്കുക അല്ലെങ്കിൽ ഉന്മേഷം വീണ്ടെടുക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് റിഫ്രഷ്. തോന്നുക ഫീൽ, തോന്നി ഫെൽറ്റ്. ഷീ ഫെൽറ്റ് റിഫ്രഷ്ഡ് ആഫ്റ്റർ ഹെർ സ്ലീപ്പ്. ഉറക്കത്തിന് ശേഷം അവൾക്ക് ഉന്മേഷം തോന്നി. അവളുടെ പിറന്നാൾ പാർട്ടിക്ക് അവൾ എന്നെ ക്ഷണിച്ചു. ഷീ ഇൻവൈറ്റഡ് മീ ടു ഹെർ ബർത്ത്ഡേ പാർട്ടി. പിറന്നാൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബർത്ത്ഡേ. പിറന്നാൾ പാർട്ടി, ബർത്ത്ഡേ പാർട്ടി. ക്ഷണിക്കുക ഇൻവൈറ്റ്, ക്ഷണിച്ചു ഇൻവൈറ്റഡ്. ഷീ ഇൻവൈറ്റഡ് മീ ടു ഹെർ ബർത്ത്ഡേ പാർട്ടി. അവളുടെ പിറന്നാൾ പാർട്ടിക്ക് അവൾ എന്നെ ക്ഷണിച്ചു. ഇന്നലെ രാത്രി ഏറെ വൈകി അവർ വീട്ടിലെത്തി. ദേ ഗോട്ട് ഹോം വെരി ലേറ്റ് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി ലാസ്റ്റ് നൈറ്റ്. രാത്രി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് നൈറ്റ്. ഏറെ വൈകി വെരി ലേറ്റ്. വൈകുക ലേറ്റ്. വീട് ഹോം. എത്തുക ഗെറ്റ്. എത്തി ഗോട്ട്. ദേ ഗോട്ട് ഹോം വെരി ലേറ്റ് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി ഏറെ വൈകി അവർ വീട്ടിലെത്തി. അവൾ സുന്ദരിയായിരുന്നു. ഷി വാസ് ബ്യൂട്ടിഫുൾ. സുന്ദരം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബ്യൂട്ടിഫുൾ. ഷി വാസ് ബ്യൂട്ടിഫുൾ. അവൾ സുന്ദരിയായിരുന്നു. അവർ ഡിസ്നി ലാൻഡിലേക്ക് അവധിക്ക് പോയി. ദേ വെൻറ്റ് ഓൺ എ വെക്കേഷൻ ടു ഡിസ്നി ലാൻഡ്. അവർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ദേ. അവധി വെക്കേഷൻ. പോകുക ഗോ, പോയി വെൻറ്റ്. ദേ വെൻറ്റ് ഓൺ എ വെക്കേഷൻ ടു ഡിസ്നി ലാൻഡ്. അവർ ഡിസ്നി ലാൻഡിലേക്ക് അവധിക്ക് പോയി. അവൾ ജോണിനൊപ്പം സിനിമയ്ക്ക് പോയി. ഷീ വെൻറ്റ് ടു ദ മൂവി വിത്ത് ജോൺ. സിനിമ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മൂവി. പോകുക ഗോ, പോയി വെൻറ്റ്. ഷീ വെൻറ്റ് ടു ദ മൂവി വിത്ത് ജോൺ. അവൾ ജോണിനൊപ്പം സിനിമയ്ക്ക് പോയി. സാം ഇന്നലെ ഒരു രുചികരമായ അത്താഴം പാകം ചെയ്തു. സാം കുക്ക്ഡ് എ ടേസ്റ്റി ഡിന്നർ യെസ്റ്റർഡേ. ഇന്നലെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് യെസ്റ്റർഡേ. രുചികരമായ ടേസ്റ്റി. അത്താഴം ഡിന്നർ. പാകം ചെയ്യുക കുക്ക്, പാകം ചെയ്തു കുക്ക്ഡ്. സാം കുക്ക്ഡ് എ ടേസ്റ്റി ഡിന്നർ യെസ്റ്റർഡേ. സാം ഇന്നലെ ഒരു രുചികരമായ അത്താഴം പാകം ചെയ്തു. അവർക്ക് വിശന്നു. ദേ വേർ ഹംഗ്രി. വിശക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഹംഗ്രി. ദേ വേർ ഹംഗ്രി. അവർക്ക് വിശന്നു. 2 വർഷത്തോളം സാം ഡൽഹിയിൽ താമസിച്ചു. സാം സ്റ്റേഡ് ഇൻ ഡൽഹി ഫോർ 2 years. 2 വർഷത്തോളം ഫോർ 2 years. താമസിക്കുക സ്റ്റേ. താമസിച്ചു സ്റ്റേഡ്. സാം സ്റ്റേഡ് ഇൻ ഡൽഹി ഫോർ 2 years. 2 വർഷത്തോളം സാം ഡൽഹിയിൽ താമസിച്ചു. ഇന്നലെ ചൂട് 50 ഡിഗ്രി കടന്നു. ദ ടെമ്പറേച്ചർ ക്രോസ്ഡ് 50 degree യെസ്റ്റർഡേ. ചൂട് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടെമ്പറേച്ചർ. കടക്കുക ക്രോസ്, കടന്നു ക്രോസ്ഡ്. ദ ടെമ്പറേച്ചർ ക്രോസ്ഡ് 50 degree യെസ്റ്റർഡേ. ഇന്നലെ ചൂട് 50 ഡിഗ്രി കടന്നു.
അവൾ കാർ കഴുകി. ഷീ വാഷ്ഡ് ഹെർ കാർ. കഴുകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വാഷ്. കഴുകി, വാഷ്ഡ്. ഷീ വാഷ്ഡ് ഹെർ കാർ. അവൾ കാർ കഴുകി. ഞങ്ങൾ ഡൽഹിയിലേക്കുള്ള അവസാനത്തെ ട്രെയിനിൽ പോയി. വി ടുക്ക് ദ ലാസ്റ്റ് ട്രെയിൻ ടു ഡൽഹി. ഞങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വി. അവസാനത്തെ ട്രെയിൻ, ലാസ്റ്റ് ട്രെയിൻ. പോകുക അല്ലെങ്കിൽ പിടിക്കുക അല്ലെങ്കിൽ എടുക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടേക്ക്. പോയി അല്ലെങ്കിൽ പിടിച്ചു അല്ലെങ്കിൽ എടുത്തു, ടുക്ക്. വി ടുക്ക് ദ ലാസ്റ്റ് ട്രെയിൻ ടു ഡൽഹി. ഞങ്ങൾ ഡൽഹിയിലേക്കുള്ള അവസാനത്തെ ട്രെയിനിൽ പോയി. അവധിക്ക് ഞങ്ങൾ സ്പെയിനിലേക്ക് പോയി. വി വെൻറ്റ് ടു സ്പെയിൻ ഫോർ അവർ ഹോളിഡേയ്സ്. അവധി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഹോളിഡേ. ഞങ്ങൾ വി. പോകുക, ഗോ, പോയി, വെൻറ്റ്. വി വെൻറ്റ് ടു സ്പെയിൻ ഫോർ അവർ ഹോളിഡേയ്സ്. അവധിക്ക് ഞങ്ങൾ സ്പെയിനിലേക്ക് പോയി. ഇന്നലെ രാവിലെ ഏറെ വൈകി അവർ ഓഫീസിലെത്തി. ദേ ഗോട്ട് ഓഫീസ് വെരി ലേറ്റ് യെസ്റ്റർഡേ മോർണിംഗ്. ഇന്നലെ രാവിലെ, യെസ്റ്റർഡേ മോർണിംഗ്. ഏറെ വൈകി, വെരി ലേറ്റ്. ഓഫീസിലെത്തുക, ഗെറ്റ് ഓഫീസ്. ഓഫീസിലെത്തി, ഗോട്ട് ഓഫീസ്. ദേ ഗോട്ട് ഓഫീസ് വെരി ലേറ്റ് യെസ്റ്റർഡേ മോർണിംഗ്. ഇന്നലെ രാവിലെ ഏറെ വൈകി അവർ ഓഫീസിലെത്തി. കഴിഞ്ഞ മാസം ഞങ്ങളൊരു പുതിയ കാർ വാങ്ങി. ഐ ബോട്ട് എ ന്യൂ കാർ ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലാസ്റ്റ് മന്ത്. പുതിയ, ന്യൂ. വാങ്ങുക, ബൈ. വാങ്ങി, ബോട്ട്. ഐ ബോട്ട് എ ന്യൂ കാർ ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം ഞാനൊരു പുതിയ കാർ വാങ്ങി. ഉച്ചഭക്ഷണമായി അവനൊരു സാൻഡ്വിച്ച് കഴിച്ചു. ഹി ഏറ്റ് എ സാൻഡ്വിച്ച് ഫോർ ലഞ്ച്. ഉച്ചഭക്ഷണം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലഞ്ച്. കഴിക്കുക, ഈറ്റ്. കഴിച്ചു, ഏറ്റ്. ഹി ഏറ്റ് എ സാൻഡ്വിച്ച് ഫോർ ലഞ്ച്. ഉച്ചഭക്ഷണമായി അവനൊരു സാൻഡ്വിച്ച് കഴിച്ചു. അവൻ ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിച്ചു. ഹി സ്പോക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഒഴുക്കോടെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫ്ലുവൻ്റ്ലി. സംസാരിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്പീക്ക്. സംസാരിച്ചു, സ്പോക്ക്. ഹി സ്പോക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. അവൻ ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിച്ചു. അവർ ജോലിക്കായി ദുബായിലേക്ക് പോയി. ദേ ട്രാവൽ ടു ദുബായ് ഫോർ വർക്ക്. ജോലി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വർക്ക്. പോകുക, ട്രാവൽ. പോയി, ട്രാവൽഡ്. ദേ ട്രാവൽ ടു ദുബായ് ഫോർ വർക്ക്. അവർ ജോലിക്കായി ദുബായിലേക്ക് പോയി. അവൻ ചുവരിൽ ഒരു ചിത്രം സ്ഥാപിച്ചു. ഹി ഫിക്സ്ഡ് എ പിക്ചർ ഓൺ ദ വോൾ. ചുവർ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വോൾ. ചിത്രം, പിക്ചർ. സ്ഥാപിക്കുക, ഫിക്സ്. സ്ഥാപിച്ചു, ഫിക്സ്ഡ്. ഹി ഫിക്സ്ഡ് എ പിക്ചർ ഓൺ ദ വോൾ. അവൻ ചുവരിൽ ഒരു ചിത്രം സ്ഥാപിച്ചു. മഴയുള്ള ഒരു ദിവസം അവർ ഫുട്ബോൾ കളിച്ചു. ദേ പ്ലേഡ് ഫുട്ബോൾ ഓൺ എ റെയിനി ഡേ. മഴയുള്ള ദിവസം, റെയിനി ഡേ. കളിക്കുക, പ്ലേ. കളിച്ചു, പ്ലേഡ്. ദേ പ്ലേഡ് ഫുട്ബോൾ ഓൺ എ റെയിനി ഡേ. മഴയുള്ള ഒരു ദിവസം അവർ ഫുട്ബോൾ കളിച്ചു. 50 ഇംഗ്ലീഷ് വാക്യങ്ങൾ ഞങ്ങൾ പഠിച്ചു. വി ലേൺഡ് 50 ഇംഗ്ലീഷ് സെൻറ്റൻസസ്. വാക്യങ്ങൾ അല്ലെങ്കിൽ വാചകങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സെൻറ്റൻസസ്. ഞങ്ങൾ, വി. പഠിക്കുക, ലേൺ. പഠിച്ചു, ലേൺഡ്. വി ലേൺഡ് 50 ഇംഗ്ലീഷ് സെൻറ്റൻസസ്. 50 ഇംഗ്ലീഷ് വാക്യങ്ങൾ ഞങ്ങൾ പഠിച്ചു. നമ്മളിതുവരെ പരിചയപ്പെട്ട ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.